أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءوا كفروا به فلعنة الله على الكافرين. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب മുഹീൻ. ഇപ്പോൾ അള്ളാഹുവിങ്കൽ നിന്ന് അവരിൽ വന്നെത്തിയ വേദത്തോട് അവരുടെ നിലപാട് എന്ത്? അതാവട്ടെ നേരത്തെ അവർക്കൊപ്പമുള്ള വേദത്തെ സത്യപ്പെടുത്തുന്നതാകുന്നു. അത് വന്നെത്തും മുമ്പ് അവർ തന്നെ സത്യനിഷേധികൾക്കെതിരിൽ വിജയവും സഹായവും പ്രാർത്ഥിച്ചിരുന്നതുമാണ്. പക്ഷേ തങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ആ സംഗതി വന്നെത്തിയപ്പോൾ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. ആ സത്യനിഷേധികൾക്കല്ലോ ദൈവശാപം. എത്ര ദുഷിച്ച രീതിയിലാണ് അവർ സ്വയം സംതൃപ്തി അടയുന്നത്. അള്ളാഹു അവന്റെ പ്രവാചകത്വവും ദിവ്യബോധനവുമാകുന്ന അനുഗ്രഹം അവന്റെ അടിമകളിൽ താൻ ഇച്ഛിക്കുന്നവർക്ക് നൽകി എന്നതിന്റെ പേരിൽ മാത്രമാകുന്നു അള്ളാഹു അവതരിപ്പിച്ച സന്മാർഗം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചത്. അതിനാൽ അവർ കോപത്തിനുമേൽ കോപത്തിന് അർഹരായിത്തീരുന്നു. ഇത്തരം നിഷേധികൾക്കുള്ളതാണല്ലോ അതിനിന്ദ്യമായ ശിക്ഷകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം, നമ്മുടെ ഒരു ദീൻ പഠിക്കുവാനുള്ള ഈ ഒരു ഉദ്യമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമുകൾ പഠിക്കുവാനുള്ള ആരോഗ്യവും അതിനുള്ള ഈമാനും അതിനുള്ള സമയവും ഒഴിവും അതുപോലെ സൗകര്യങ്ങളും എല്ലാം നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. റമദാൻ മാസം ഒരു വലിയ ഒരു ബ്രേക്ക് കഴിഞ്ഞാണ് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. വീണ്ടും റമദാനിലൂടെ നമ്മൾ കടന്നുപോയി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ട്രെയിനിങ്, അതായത് സ്വന്തത്തെ പരിശീലിപ്പിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു അള്ളാഹുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അടിമകളിലായി മാറുവാൻ വേണ്ടി നമ്മൾ സ്വന്തത്തെ ഒരു വലിയ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു കടുത്ത ഒരു ട്രെയിനിങ്ങിലൂടെ തന്നെ സ്വന്തത്തിനോട് പോരാടി സ്വന്തത്തോട് ജിഹാദ് ചെയ്ത് ദാഹവും വിശപ്പും ഒക്കെ സഹിച്ച് എല്ലാ വിചാരങ്ങളെയും അടക്കി നിർത്തി ഒരു മാസത്തോളം നമ്മൾ ഈ ആരാധനയിലും പ്രാർത്ഥനകളിലും ഖുർആനിലും മുഴുകിയ നമ്മൾ ഒരു മാസം അങ്ങനെ കഴിച്ചുകൂട്ടി. ആ മാസത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കേണ്ട കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് നോമ്പിന്റെ ലക്ഷ്യമായിട്ട് ഖുർആൻ എടുത്തു പറയുന്നത്. അതായത് തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മാസത്തെ ട്രെയിനിങ് കൊണ്ട് താൻ എല്ലാം ചെയ്തു എന്ന് വിചാരിക്കുന്ന എല്ലാ തറാവീഹും എനിക്ക് കിട്ടി, എനിക്ക് 30 നോമ്പും കിട്ടി, ഞാൻ ഖിയാമുൽ ലൈൽ മുഴുവൻ പങ്കെടുത്തു, അതുപോലെ തന്നെ എന്റെ ഇത്ര ഖത്തം ഞാൻ തീർത്തു എന്ന് പറയുമ്പോഴും നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. പടച്ചവനെ, നോമ്പിന്റെ ലക്ഷ്യമായ ആ തഖ്വ എനിക്ക് കിട്ടിയോ? അവിടെയാണ് പ്രാധാന്യം. അല്ലാതെ ഞാൻ ഇന്നത് ചെയ്തു എന്നൊരാളോട് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അത് തോന്നുമ്പോഴുള്ള ഒരു തൃപ്തിയല്ല നമുക്ക് നോമ്പിലൂടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ തൃപ്തിക്ക് അപ്പുറം നമുക്ക് അള്ളാഹു ഖുർആനിലൂടെ ശരിക്ക് പറഞ്ഞതാണ് ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ നേടാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വിജയിച്ചു.
അവിടെയാണ് നോമ്പിന്റെ ലക്ഷ്യം പൂർത്തിയാവുന്നത്. അല്ലെങ്കിൽ അത് വെറും ഒരു കർമ്മങ്ങളായി മാത്രം മാറുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു മാസത്തെ ഒരു കർമ്മം ഉണ്ടല്ലോ, പല ആളുകളും പറയുന്നത് കേൾക്കാം, ഞാൻ 2 കത്തം തീർത്തു, 3 കത്തം തീർത്തു എന്നൊക്കെ. പക്ഷെ അതൊക്കെ നമുക്ക് നമ്മുടെ ആചാരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു നടപ്പ് കാരണം നമുക്ക് വരുന്ന ഒരു ചിന്തകളാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ എനിക്കത് ഇതായി എന്നല്ല. അതിന്റെ അപ്പുറം ഈ സഹാബിമാരൊക്കെ 6 മാസം നോമ്പ് കഴിഞ്ഞ് ഒരു 6 മാസം വരെ പടച്ചവനെ എന്റെ നോമ്പിലൂടെ, ഞാൻ നോമ്പ് മാസം, ഞാൻ എന്റെ കഴിഞ്ഞ റമദാനിൽ ഞാൻ ചെയ്ത കർമ്മങ്ങൾ, ഇബാദത്തുകളെല്ലാം സ്വീകരിക്കണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന നോമ്പ് കഴിഞ്ഞ് 6 മാസത്തോളം. അതായത് അവരത്രയും ബേജാറായിരുന്നു എന്റെ ഇബാദത്തുകൾ പടച്ചവനെ നീ സ്വീകരിച്ചുവോ എന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ നേരെ തിരിച്ചാണ്. ഞാൻ ഇത്ര അധികം ചെയ്തിട്ടുണ്ട് എന്നുള്ള തൃപ്തിയിലാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ എടുത്തു പറയാതെ, അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളാതെ, അത് സ്വീകരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിലൂടെ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ തന്റെ ജീവിതത്തിൽ നേടിയോ എന്ന് സ്വയം വിലയിരുത്തുകയുമാണ് ഒരു ശരിയായ സത്യവിശ്വാസി ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു തഖ്വ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് പരീക്ഷിക്കാൻ കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. അതായത് ഒരു റമദാൻ മാസം കഴിഞ്ഞിട്ടുള്ള ഒരു മാസത്തോളം നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തി നോക്കണം. പടച്ചവൻ, എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നോമ്പിന് മുന്നേ ഉണ്ടായിരുന്ന എന്റെ ജീവിതവും നോമ്പിന് ശേഷം ഉണ്ടായിരുന്ന എന്റെ ജീവിതത്തിലും എന്തെങ്കിലും മാറ്റം എനിക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടോ? എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, ഞാൻ ഇടപഴകുന്ന ആളുകൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ സ്വയം വിലയിരുത്തി നോക്കണം. അതായത് തഹജ്ജുദുകൾ രാത്രികളിൽ മുഴുവൻ ഹയാത്താക്കിയിരുന്ന ആളുകൾ ഇപ്പൊ രാത്രി മുഴുവൻ കിടന്നുറങ്ങിയാണെങ്കിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ജീവിതത്തിൽ. ഒരു മാറ്റവും വന്നിട്ടില്ല. അതിന് മുന്നേ ഉറങ്ങിയിരുന്ന ആളുകൾ നോമ്പിന് മുഴുവൻ ഹയാത്താക്കി ജീവിതം ഇബാദത്തുകൾ മുഴുകിയിരുന്ന രാത്രികൾ ഇപ്പോഴുള്ള രാത്രികളും വീണ്ടും ഉറക്കത്തിലാണെങ്കിൽ അവർക്ക് അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. തഹജ്ജുദ് ആരംഭിച്ചിട്ട് പോലും ഇല്ല. എന്നാൽ നോമ്പിനോ എല്ലാ ഖിയാമുൽ ലൈലുകളിലും പള്ളികളുണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ തഹജ്ജുദ് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. അതുപോലെ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് കത്തങ്ങൾ തീർത്തിരുന്ന ആളുകൾ ഇപ്പൊ ഖുർആനുമായി ബന്ധപ്പെടുന്ന എത്ര തുച്ഛമായ സമയമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര തുച്ഛമായ സമയമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിനു മുന്നേയുള്ള എന്റെ ഇടപെടലുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമ്മുടെ ഈ നാവും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ ഭയങ്കര പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിലെ ചിന്തകൾ. കാരണം അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്ന വെറും കർമ്മങ്ങൾ മാത്രമല്ല, ഒരാൾ ചെയ്തു എന്ന ആ കർമ്മത്തെ മാത്രമല്ല അള്ളാഹു പരലോകത്ത് നമ്മുടെ വിലയിരുത്തുന്നത്. ആ കർമ്മങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ചിന്ത എന്തായിരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി, രണ്ടുപേര് ഭയങ്കര വൈരാഗ്യത്തിലാണ്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ വേണ്ടി അവര് വാളെടുത്ത് ഇറങ്ങി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവര് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ കൊല്ലപ്പെട്ടു. തീർച്ചയായും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാളാണ് കൊല്ലപ്പെടുന്നത്. അപ്പൊ കൊല്ലപ്പെടാത്ത ആ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്കും ആ കൊല്ലപ്പെട്ട, അതായത് ആ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല, ആ കൊല്ലപ്പെട്ട, നമ്മൾ വിചാരിക്കും പുറമെ കാണുമ്പോൾ കൊല്ലപ്പെട്ട വ്യക്തി രക്ഷപ്പെട്ടു, കാരണം അദ്ദേഹത്തിന് തെറ്റില്ല എന്ന്. ജീവിച്ചിരിക്കുന്ന വ്യക്തി അയാളെ കൊന്നു എന്നതിന്റെ ഒരു തെറ്റ് അയാളിൽ വന്നു എന്ന് നമ്മൾ തെറ്റായി വിധിച്ചേക്കാം. പക്ഷേ ആ കൊല്ലപ്പെട്ട, മരിച്ചു കിടക്കുന്ന വ്യക്തിക്കും ഇയാളുടെ അതേ ശിക്ഷയാണ്. എന്തുകൊണ്ട്? അയാളുടെ ഉദ്ദേശം, ഉള്ളിലുള്ള നിയ്യത്ത് എന്തായിരുന്നു? ഇദ്ദേഹത്തെ കൊല്ലണമെന്നായിരുന്നു. പക്ഷെ അയാൾക്ക് അതിന് സാധിച്ചില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. അതിനു മുന്നേ അയാൾ കൊല്ലപ്പെട്ടു. പക്ഷെ അയാളുടെ വിചാരങ്ങളോ അയാളുടെ മുഴുവൻ പ്രതികാരവും അവിടെ പോരാടിയത് എന്തിനായിരുന്നു? മറ്റാളെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റി എന്നുള്ളതിനപ്പുറം ആ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രമാത്രം അതിന് തയ്യാറായി ഒരുങ്ങി, നമ്മുടെ ചിന്തകളും നമ്മുടെ നിയ്യത്തുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അള്ളാഹുവിന്റെ കോടതിയിൽ എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോഴും അവിടെ അതിനുള്ള പ്രതിഫലം അവിടെ രേഖപ്പെടുത്തപ്പെട്ട് കഴിയാണ്. കാരണം ചെയ്യാൻ അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം.
ആ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, ഭൗതികമായിട്ട് അത് ചെയ്തുകൊണ്ടൊരു ഫലം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രവർത്തികൾ ചെയ്താൽ ഫലവും കിട്ടൂല, വെറുതെ നിഷ്ഫലം. പല ആളുകളും അതിനെ വിലയിരുത്തുന്നത്, നീ വെറുതെ അല്ലേ അവിടെ പോയത്, നിനക്ക് എന്ത് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നത് കാണാം. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് നമ്മൾ സ്വന്തം ഒരു തൃപ്തിയുള്ളതുണ്ട്. അതായത് എന്റെ നിയ്യത്ത് മുഴുവൻ ഇത് ചെയ്യാന്നുള്ളത്, പക്ഷെ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് പടച്ചവന്റെ വിധിയാണ്. അത് അള്ളാഹു എനിക്ക് അതിന് തൗഫീക്ക് നൽകിയിട്ടില്ല, പക്ഷെ എന്റെ റബ്ബ് എനിക്ക് പരലോകത്ത് അതിന് പ്രതിഫലം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള സ്വയം ഒരു തൃപ്തി ഉണ്ടല്ലോ റബ്ബിന്റെ അടുത്ത്, റബ്ബിനെ ആലോചിക്കുമ്പോൾ തൃപ്തി. ആ തൃപ്തിയാണ് സത്യവിശ്വാസിയുടെ തൃപ്തി എന്ന് പറയുന്നത്. അല്ലാതെ ഭൗതികമായ വിലയിരുത്തലുകൾ, ആളുകളുടെ സംസാരങ്ങൾ ഒന്നും അല്ല. അപ്പൊ ഇത്തരത്തിലായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. അപ്പൊ ഈ ഒരു ജീവിതം, ഇന്ന് ഈ ഒരു മാസത്തിൽ നമ്മൾ ജീവിതത്തിൽ മാറ്റം വരുത്തണം. എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ തന്നെ ഖുറാനിനോട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങാത്തതിന്റെയും പലതിന്റെയും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. പെരുന്നാളിന്റെ ഒരു നമ്മുടെ ഒരു യാത്രകളും കാര്യങ്ങളും, നമ്മുടെ എന്താ പറയാ, പെരുന്നാളിന്റെ ആഘോഷങ്ങൾക്കിടയിൽ ഒരു പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് ഖുറാനുമായി വന്നിട്ടുണ്ടാകാം. പക്ഷെ അത് നമ്മള് പിശാചിന് വിട്ടുകൊടുക്കരുത്. പിശാചിന് വിട്ടുകൊടുക്കാതെ നമ്മൾ ആ ഖുറാനിൽ തന്നെ നമ്മൾ മുറുകെ പിടിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ആയത്തിലുള്ള കിടക്കാം. നമ്മൾ സൂറത്തുൽ ബഖറയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറച്ച് പുതിയ ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദുആ ക്ലാസ്സിൽ ആ ഒരു ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിരുന്നു. നോമ്പിന് മുന്നത്ത് നമ്മൾ ഈ ഒരു ക്ലാസ് നിർത്തിയിട്ട് പ്രാർത്ഥനാ പഠനം തുടങ്ങിയിരുന്നു. അതിൽ ലിങ്ക് ഇട്ടിട്ട് കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട്. അപ്പൊ അവര് പുതിയതായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇത് കുറെ മുന്നേ ഉള്ള ക്ലാസ് ആയതുകൊണ്ട് പുതിയ ആളുകൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി പറയണം. നിങ്ങൾക്ക് എന്താണ് ഫോളോ ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്ന ഒരു മെത്തേഡ് വാക്കായിട്ടുള്ള ഖുറാൻ പഠനമാണ്. വേർഡ് ബൈ വേർഡ് മീനിങ്, അതിന്റെ ചെറിയ ഗ്രാമർ ഒക്കെ പറയും. ഇത് എന്തിനാണ് ഈ രീതിയിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഖുറാൻ സ്വയം കേൾക്കുമ്പോഴും സ്വയം വായിക്കുമ്പോഴും അതിന് അർത്ഥം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് ഈ ഒരു പഠനം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഏതൊരു കാര്യത്തിനും ഒരു ലക്ഷ്യം നേടണമല്ലോ. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു രീതിയിലാണ്. അതായത് ഈ ലക്ഷ്യത്തിന് നമ്മളൊരു പള്ളിയിൽ പോയി ഖുറാൻ തറാവീഹിക്ക് നിസ്കാരത്തിന് ബാക്കിൽ നിൽക്കുമ്പോൾ ആ ഇമാം ഓതുന്ന ഒരു വാക്കുകൾ എനിക്ക് എന്റെ ഉള്ളിലേക്ക് ആവഹിക്കാൻ പറ്റുന്ന രീതിയിൽ അർത്ഥം എനിക്ക് വരണം എന്റെ ഉള്ളിൽ. ഒന്നുമില്ലെങ്കിൽ ആ ഒരു പറയുന്ന കോണ്ടെക്സ്റ്റ് എങ്കിലും എനിക്ക് കിട്ടണം. എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള തരത്തിൽ. അതുപോലെ അപ്പോ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. അത്തരത്തിൽ നമ്മൾ ഖുർആൻ അറിയുന്ന ഒരാളുകൾക്ക് ഖുർആൻ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പരലോകത്തേക്കും അള്ളാഹുവിലേക്കും പോകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരവരെ എൻജോയ് ചെയ്യും ആ ഒരു അർത്ഥം അറിഞ്ഞുള്ള ഖുർആൻ വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ആവണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ദുആകളൊക്കെ ഇതുപോലെ പറയാൻ കഴിയും. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിന് അർത്ഥം ഉള്ളിലേക്ക് വരും. എല്ലാം ഇപ്പൊ വാട്സപ്പിൽ തന്നെ നമ്മളൊരു ഖുർആൻ ആയത്ത് പെട്ടെന്ന് വന്നു, അത് നമുക്ക് അർത്ഥം കിട്ടും. എന്നാൽ അതിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും. അതാണ് ഡിഫറൻസ്. അപ്പൊ ഇത്തരത്തില് ഖുർആൻ പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഒരിക്കലും തന്നെ സാധാരണ ഒരു യൂട്യൂബിൽ നിങ്ങൾ ക്ലാസ്സിൽ കേട്ടിൽ വെച്ചിട്ട് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് ലെക്ചർ ക്ലാസ് അല്ല, ഇതൊരു സ്റ്റഡി ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ എഴുതിയിട്ട് പഠിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ റിവിഷൻ ടെസ്റ്റ് ഇടും. ഈ രണ്ടായത്ത് വളരെ തുച്ഛമായ ആയത്തുകളെ പഠിപ്പിക്കുള്ളൂ. 2ഓ 3ഓ ഏറിപ്പോയാൽ. എനിക്കറിയാം ഇതിലിപ്പോ ഒരു 10 ആയത്തെടുത്താലും പഠിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അത് ചെയ്യാത്ത എന്താ വെച്ചാൽ അല്ലാതെ ഒരുപാട് എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ആളുകൾ ഇതിലുണ്ട്. അപ്പൊ അവർക്കത് ഭാരാവെന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്യാത്തത്. അപ്പൊ 2ഓ 3ഓ ആയത്തെടുക്കുള്ളൂ. പക്ഷെ ആ 2ഓ 3ഓ ആയത്ത് കൃത്യമായിട്ട് വേർഡ് ബൈ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വന്നാൽ അതിന്റെ പുരോഗതി ഭയങ്കര മാറ്റമായിരിക്കും. ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നേരെ മറിച്ച് ഇതൊന്നും എഴുതാതെ വെറുതെ ലെക്ചർ കേട്ട് പോകുന്നവർക്ക് പുരോഗതി കുറവായിരിക്കും എന്ന് ഞാൻ എന്റെ ഒരു അനുഭവം കൊണ്ട്, എന്റെ സ്റ്റുഡൻസിന്റെ ഒരു വിലയിരുത്തൽ വെച്ച് ഞാൻ പറയാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ ആയത്തിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബനു ഇസ്രായേലരുടെ ചരിത്രമാണ്. സൂറത്തുൽ ബഖറയിൽ ഇത്രയും കാലം നമ്മള് കുറെ ആയി ഈ ബനു ഇസ്രായേലിന്റെ ചരിത്രം ബഖറയിൽ ഒരുപാട് പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. അപ്പൊ അത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് 89, 90 ആയത്തുകളാണ്, 2 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരാമർശിക്കുന്നത്. അപ്പൊ അവരുടെ കഥ അള്ളാഹു ഇപ്പോഴത്തെ ഗസ വിഷയവുമായി ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും എന്തുകൊണ്ട് ഇസ്രായേലർ ഇത്ര ക്രൂരമായി സന്ധികൾ ലംഘിക്കുകയും, നമുക്കറിയാം അവരെത്ര നിസ്സാരമായിട്ടാണ്
ഓരോ പിന്നെ സന്ധികൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ കോൺട്രാക്റ്റിലൊക്കെ അവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുന്നു. അവർക്കതൊരു വിഷയമേ അല്ല ബ്രേക്ക് ചെയ്യുന്നത്. അവർ അങ്ങനെ ഒരു നിലയും വിലയും തന്നെ ഇല്ല. ഞാനിത് ബ്രേക്ക് ചെയ്യുന്നല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത തന്നെ അവർക്കില്ല. എന്തുകൊണ്ട്? ഒരു വെറുതെ അല്ല ഇങ്ങനെ ആയത്. ഖുറാനിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവരെങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ളത്. ഒരു തവണയല്ല, ഒരുപാട് തവണ അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചരിത്രമുള്ള ഒരു ആളുകളാണ് ഇപ്പത്തെ ഈ ഗസക്കെതിരെ നിൽക്കുന്ന ആ ഒരാളുകൾ എന്ന് പറയുന്നത്. നമുക്കിതിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം. സോറി ട്ടോ, ഞാനൊന്ന് മ്യൂട്ട് ചെയ്തായിരുന്നു. അപ്പൊ ഇവിടെ ഇതിലുള്ളത് ആദ്യത്തെ ആയത്തിലേക്ക് കടക്കാം. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. ഈ ഒരായത്ത് ഒറ്റത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രയാസമായിട്ട് തോന്നും. ഇത്രയും വലിയൊരു ആയത്തിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് ട്ടോ. അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ അതിനൊരിക്കലും പ്രയാസാന്ന് വിചാരിക്കാം. നമുക്ക് കഴിയാത്തൊരു കാര്യമില്ല. ഈ ലോകത്ത് എന്തെല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നു. അപ്പോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പോൾ അള്ളാഹുവിങ്കൽ നിന്ന് അവരിൽ വന്നെത്തിയ വേദത്തോട് അവരുടെ നിലപാട് എന്ത്? അതായത് അള്ളാഹുവിൽ നിന്ന് വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി, വലമ്മാ ജാഅഹും അവരിലേക്ക് വന്നപ്പോൾ, കിതാബുൻ ഒരു കിതാബ് അതായത് ഒരു പുസ്തകം, മിൻ ഇൻദില്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, അതായത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു പുസ്തകം അവരിലേക്ക് വന്നപ്പോൾ എങ്ങനെ? മുസദ്ദിഖുൻ ലിമാ മഅഹും അവരുടെ അടുത്തുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുതിയ ഗ്രന്ഥം വരുന്നത്. വകാനു അവരായിരുന്നു മിൻ ഖബ്ലു അതായത് ഇതിനു മുന്നേ, മിൻ ഖബ്ലു എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുന്നേ, അതായത് ഇങ്ങനെ ഈ പുസ്തകം വരുന്നതിന് മുന്നേ, ഖുർആൻ വരുന്നതിന് മുന്നേ, യസ്തഫ്തിഹൂന അത് പുതിയ വാക്കാണ്. യസ്തഫ്തിഹൂന എന്ന് പറയുന്നത് അവർ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവർ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അലല്ലദീന കഫറു സത്യനിഷേധികൾക്ക് മേലെ, അതായത് നിഷേധികൾക്കെതിരെ അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഗ്രന്ഥം ഇറങ്ങുന്നത്. ഫലമ്മാ ജാഅഹും അവരിലേക്ക് വന്നപ്പോൾ, അതായത് ആ പുസ്തകം അവരാ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പുസ്തകം അവരിലേക്ക് വന്നപ്പോ എന്താ സംഭവിച്ചത്? മാ അറഫു എന്ന് പറയുന്ന അവർക്ക് അറിയുന്ന ആ ഒരു പുസ്തകം, കഫറൂ ബിഹി അവരതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അതായത് അവർക്ക് മുന്നേ അവർക്ക് കയ്യിലുള്ള ബനിസ്രായേലരെ കുറിച്ചാണ് ഈ പറയുന്നത് ട്ടോ. അവരുടെ കയ്യിലുള്ള വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ അവരിലേക്ക് വന്നപ്പോൾ അവരാണെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഒന്ന് വരണേ വരണേ ഒരു പ്രവാചകൻ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ കാഫിര്യങ്ങൾക്കെതിരെ അവർക്ക് ഈ പ്രവാചകനെ വെച്ചിട്ടൊന്ന് തോൽപ്പിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് അവർക്ക് ഈ ഒരു ഗ്രന്ഥം വരുന്നതും പ്രവാചകൻ വരുന്നതും. അപ്പൊ ശരിക്കും അവരറിഞ്ഞ ആ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ കഫറൂ ബിഹി അദ്ദേഹത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഫലഅനതുല്ലാഹി അള്ളാഹുവിന്റെ ലഅനത്ത് അതായത് കോപം, ശാപം, അലൽ കാഫിര്യങ്ങൾക്ക് മേലെ അള്ളാഹുവിന്റെ ശാപം, ദൈവശാപം ഉണ്ടായിരിക്കുന്നു. ആ സത്യനിഷേധികൾക്കുള്ള ദൈവശാപം. നമുക്ക് ഓരോരോ വാക്കിലേക്ക് കടക്കാം. ഈ ഒരു വാക്കായിട്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മാറ്റേണ്ടത്. വലമ്മ വാ എന്ന് പറഞ്ഞാൽ ആൻഡ്. ഇത് ഞാന് പിന്നെ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അർത്ഥം എഴുതിയ ഒരു നോട്ട്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ ഇത് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവും. അപ്പൊ ഈ നോട്ടിന്ന് ബാക്കി നിങ്ങൾ എഴുതിയെടുത്താൽ മതി ട്ടോ. വലമ്മ പക്ഷെ ഇതിൽ ഓരോരോ വാക്ക് പുതിയ ആളുകൾ എഴുതിയെടുത്തോളൂ. കാരണം പഴയ ആളുകൾക്ക് ഇതൊക്കെ അറിയുന്നതായിരിക്കും. കുറെ കേട്ട് കേട്ട്. വാ എന്ന് പറഞ്ഞാൽ ആൻഡ്. ലമ്മാ ജാഅഹും ഇതിലാകെ ഒരു വാക്കേ ഉള്ളൂ, ജാഅ. അതേ നമ്മൾ പഠിക്കണ്ടു. ബാക്കിയൊക്കെ നമ്മൾക്ക് അതിലുള്ള ഒരുപാട് തവണ ഖുറാനിൽ വരുന്ന കാര്യങ്ങളാണ്. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു, അതാണ് അതിലെ വേർഡ്. ജാഅ വന്നു. ജാഅയുടെ പാസ്റ്റ് ടെൻസ് ആണ് വന്നു എന്നുള്ളത് അല്ലെ. അതിന്റെ മുളാരി അതായത് പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ യജീഉ എന്നാണ്, വരുന്നു. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ജാഅ യജീഉ. ഒരു വാക്ക് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ പാസ്റ്റും പ്രസന്റും പഠിക്കണം.
കാരണം 2 രീതിയിലും ഖുറാനിൽ വരും. അപ്പൊ നിങ്ങൾ പാസ്റ്റ് മാത്രം പഠിച്ചു പോയാൽ അതിന്റെ പ്രസന്റ് ടെൻസ് രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ആ ആയത്തില്. അതുകൊണ്ടാണ് പാസ്റ്റും പ്രസന്റും പഠിക്കണം എന്ന് പറയുന്നത്. ജാഅ യജീഉ, ജാഅ യജീഉ, ജാഅ വന്നു, യജീഉ വരും. അത് ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. യജീഉ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ടുതരാം. അപ്പൊ ലമ്മ എന്ന് പറഞ്ഞ വെൻ, അപ്പോൾ, അപ്പോൾ എന്നുള്ള. അപ്പൊ ലമ്മ വന്നപ്പോൾ, ഹും അവർ, അവരിലേക്ക്. ഇപ്പൊ ഹും എന്നുള്ള ലാസ്റ്റ് പറയുമ്പോ അത് നമ്മള് ആയിട്ടാണ് പറയാ. അവരിലേക്ക് വന്നപ്പോൾ, അവർ എന്നല്ല, അവരിലേക്ക്, അവർക്ക്, അവർക്ക് വന്നപ്പോൾ. നേരെ മറിച്ച് ഹും തുടക്കത്തിലാണെങ്കിലോ നമ്മൾ അവർ എന്നാണ് പറയാ ട്ടോ. ഇതിനു മുന്നേ ഒരു 2 ഗ്രാമർ ക്ലാസ് എടുത്തിരുന്നു. അതില് പറഞ്ഞിരുന്നു ഹും എന്നാണ് ദമീർ ആവുമ്പോ അല്ലെ, ഹും ഹിം എന്നൊക്കെ വരും. വലമ്മ ജാഅഹും, അവർക്ക് വന്നപ്പോൾ, കിതാബുൻ, കിതാബ്, കിതാബ് എന്നതിന്റെ പ്ലൂറലാണ് കുതുബ്, കുതുബ് അല്ലെ, കുതുബ്. ഫീഹ കുതുബും ഖയ്യിമ, സൂറത്തിൽ ബയ്യിനയിലില്ലേ, ഫീഹ കുതുബും ഖയ്യിമ. കിതാബ് എന്ന് പറഞ്ഞ ഗ്രന്ഥം, പുസ്തകം. ഇതിവിടെ ഖുർആനിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വലമ്മ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ, കിതാബുൻ, ഒരു ഗ്രന്ഥം. മിൻ ഇന്ദില്ലാഹി, മിൻ എന്ന് പറഞ്ഞ ഫ്രം, എന്താന്ന് പറഞ്ഞ അടുത്ത്, അള്ളാഹ് എന്ന് പറഞ്ഞ അള്ളാഹു തന്നെ. അപ്പൊ മിൻ ഇന്ദില്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും. മിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോസിഷൻ ആണ്. ഫ്രം, എന്ന് പറഞ്ഞ അടുക്കൽ, അള്ളാ. അപ്പൊ എന്ന് പറയുമ്പോ എന്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നു എന്ന് വെച്ചാല് മിൻ വന്നത് കൊണ്ടാണ്. അതിന് മുന്നേ മിൻ എന്ന പ്രൊപ്പോസിഷൻ വരുമ്പോ, ഈ മിന്ന് പ്രൊപ്പോസിഷൻസ് വരുമ്പോ എപ്പോഴും അടുത്ത വാക്ക് കെസറായി മാറും ലാസ്റ്റ്. അതൊരു ഗ്രാമർ റൂളാണ്. മിൻ ഇന്ദി ലാഹി, എന്തുകൊണ്ട് അല്ലാഹി എന്നായി? ഇന്ദി എന്ന പ്രൊപ്പോസിഷൻ അതിന് മുന്നേ വന്നത് കൊണ്ടാണ് അല്ലാഹി എന്നായത്. അല്ലെങ്കിൽ നമ്മൾ അള്ളാഹു എന്നാണ് പറയാ. ഏതൊരു വാക്കും വെറുതെ പറയുമ്പോ നമ്മൾ ലൊമ്മിട്ടാ പറയാ അള്ളാഹു അല്ലെ. കിതാബുൻ, കലമുൻ അല്ലെ, അങ്ങനെയാ പറയുള്ളൂ. താവിലത്തുൻ, കുർസിയുൻ. അപ്പൊ അത് എന്തെങ്കിലും കാരണം കൊണ്ടാണ് ഫത്തഹോ കസ്റോ ആവുക. ഒരു സെന്റൻസിൽ ഒരു സ്ഥലത്ത് വരുമ്പോ എന്തെങ്കിലും ഒരു റീസൺ, മേ ബി അതിന്റെ മുന്നേ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊപ്പോസിഷൻ ആവാം അതിനെ അങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ അതിന്റെ സ്ഥാനമായിരിക്കാം അതിനെ കെസറാക്കിയത്. അതൊക്കെ ബേസിക് നമ്മൾ അറബിക്ക് പഠിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ്. മിൻ ഇന്ദില്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. മുസദ്ദിഖുൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നവൻ എന്നാണ്. മുസദ്ദിഖ്. അപ്പൊ ഈ മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യപ്പെടുത്തുന്നവൻ അല്ല, സത്യപ്പെടുത്തുന്നത് എന്നാണ്. ഇവിടെ ഒരു സാധനാണല്ലോ, പുസ്തകമാണല്ലോ, അതുകൊണ്ട് സത്യപ്പെടുത്തുന്നത് എന്നാകും. ഓക്കെ. മുസദ്ദിഖ് എന്നുള്ളത് സദ്ദഖ യുസദ്ദിഖു എന്നാണ്. സദ്ദഖ യുസദ്ദിഖു എന്നാണ് വാക്ക്. അതിൽ നിന്നാണ് മുസദ്ദിഖ്. അത് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നവൻ മുസദ്ദിഖ്. അപ്പൊ അതായത് ഏതുപോലെ അസ്ലമ യുസ്ലിമു അല്ലെ. അസ്ലമ എന്ന് പറഞ്ഞാല് കീഴ്പ്പെട്ടു എന്നാണ്. യുസ്ലിമു കീഴ്പ്പെടുന്നു, അതാണ് മുസ്ലിം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഈ അസ്ലമ എന്ന പ്രവൃത്തി ചെയ്യുന്നവനാണ് മുസ്ലിം. അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ് മുസ്ലിം. അപ്പൊ അസ്ലമ യുസ്ലിമു മുസ്ലിം. അതുപോലെയാണ് സദ്ദഖ യുസദ്ദിഖു മുസദ്ദിഖ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ. അപ്പൊ അത് ആ പ്രവൃത്തി, ആ ക്രിയ ചെയ്യുന്ന വ്യക്തിയാണ് മുസദ്ദിഖ്. അപ്പൊ സത്യപ്പെടുത്തുന്നതായിക്കൊണ്ട്. ലിമാ മഅഹും, ഇവിടെ ഒരു പ്രത്യേകിച്ചൊരു വൊക്കാബുലറി എന്ന് പറയാനൊന്നുമില്ല. ലിമാ എന്താണോ മാ എന്ന് പറഞ്ഞ കൂടെ എന്നാണ്. എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഒരു നോട്ടിന്റെ ഒരു സൈഡിലേക്ക് എഴുതി വെച്ചോളൂ. ആ അർത്ഥത്തിന് കൂടെ എഴുതാതെ ഇതുപോലത്തെ പ്രൊപ്പോസിഷൻസ് എപ്പോഴും ഖുറാനിൽ വരുന്നതായതുകൊണ്ട് ഒരു സൈഡിക്ക് ആ നോട്ടിനെ തന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിങ്ങനെ പെട്ടെന്ന് നോട്ട് ചെയ്ത് പോകാൻ പറ്റും പ്രൊപ്പോസിഷൻസ്. അതായത് വല്ല മാ എന്ന് പറഞ്ഞാൽ കൂടെ, വിത്ത്. ലിമാ മഅഹും, അവരുടെ കൂടെയുള്ള എന്താണോ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ മുസദ്ദിഖുൽ ലിമാ മഅഹും, ഇവിടെ മാ എന്നുള്ളത് കൂടെ, ഹും എന്ന് പറഞ്ഞാൽ അവർ, ലിമാ എന്താണോ. മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളത് എന്താണോ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് ഒരു കിതാബ് വന്നത്. അപ്പൊ വക്കാനു, അപ്പൊ മനസ്സിലായില്ലേ? വലമ്മാ ജാഅഹും കിതാബ്, വലമ്മാ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ, കിതാബുൻ, ഒരു ഗ്രന്ഥം, മിൻ ഇന്ദില്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ഗ്രന്ഥം വന്നത്. അപ്പൊ അവരാണെങ്കിലോ കാനു, ആൻഡ് നമ്മൾ അവരെ കുറിച്ച് പറയാം. അവരാണെങ്കിലോ കാനു, അവരായിരുന്നു. കാന യക്കൂനു എന്നാണ് വാക്ക് ട്ടോ. കാന ആയിരുന്നു, യക്കൂനു ആയിരുന്നു, ആയിത്തീർന്നു, ആകുന്നു എന്നുള്ള, യക്കൂനു ആകുന്നു. അപ്പൊ കാനു എന്ന് ലാസ്റ്റ് വാവ് വരുമ്പോൾ അവരായിരുന്നു എന്നാകും.
ഇതിന് മുന്നേ 2 ഗ്രാമർ ക്ലാസ്സിൽ സർഫ് പഠിപ്പിച്ചിരുന്നു. കാന, കാന, കാനു, അല്ലെ? ഫാല, ഫാല, ഫാലു, ഫാല, ഫാൽത്ത, ഫാൽന. അത് ശരിക്കും പഠിക്കണം. അങ്ങനെ ആകുമ്പോഴേ ഈ ഫോംസ് അതൊക്കെ ഞാൻ പഠിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ അതിനി ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് മറന്നിട്ടുണ്ടാവും നോമ്പിന് മുന്നേ അതുകൊണ്ട്. അപ്പൊ കാന എന്നതിന്റെ അവരായിരുന്നു എന്നതിന്റെ ഫോമാണ് കാന, കാന, കാനു, അവരായിരുന്നു. മിൻ ഖബൽ മുമ്പ്, അതിന് മുന്നേ. മിൻ ഖബൽ എന്ന് പറഞ്ഞാൽ മുന്നേ എന്നാണ് കേട്ടോ. അപ്പൊ ഖബലിന്റെ ഓപ്പോസിറ്റ് എന്താ? ബഅദ് എന്നാണ്. ബഅദ് ശേഷം. മിൻ ഖബലു മിൻ ബഅദു. ഇത് ഖുറാനിൽ ഒരുപാട് തവണ വരുന്നതാണ് മിൻ ഖബലു. അപ്പൊ അതിന് മുന്നേ അവരായിരുന്നു. എങ്ങനെയായിരുന്നു? യസ്തഫ്തിഹൂന. ആ വാക്ക് പഠിച്ചോളൂ. പുതിയ വാക്കാണ് യസ്തഫ്തിഹൂന എന്നുള്ളത്. ശരിക്കും ഫത്ഹ് എന്നുള്ളതിന് ഇന്ന് വരുന്നതാണ് കേട്ടോ. ഫതഹ, വിജയം. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയമാണ്. സൂറത്തുൽ ഫത്ഹ് ഉണ്ടല്ലോ അല്ലെ? സൂറത്തുൽ ഫത്ഹ് വിജയം എന്നാണ്. അതിന്റെ ഫത്ഹിന്, ആ വിജയം, മക്കം ഫത്ഹ്, മക്ക വിജയം ഒക്കെ വന്നതിന്റെ ഹുദൈബിയ സന്ധിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന സൂറത്താണ് ഏത്? സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്നത്. അപ്പൊ ഫത്ഹ് വിജയം. അപ്പൊ ഇത് ആ വിജയം എന്നുള്ള നൗൺ ആണ്. പക്ഷെ ഇത് ആ വാക്കാണ് ഇതിന്റെ ബേസ്. ഈ വാക്കിന്റെ യസ്തഫ്തിഹൂനയുടെ ബേസ് എന്ന് പറയുന്നത് ഫത്ഹ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ യസ്തഫ്തിഹൂന എന്ന് പറഞ്ഞാൽ അവർ വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇതിന്റെ വാക്ക് വരിക കേട്ടോ. ഈ വെർബ് യസ്തഫ്തിഹൂന, അവർ വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിന്റെ വാക്ക് ഇസ്തഫ്തഹ യസ്തഫ്തിഹു എന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോ പ്രയാസം തോന്നും. പക്ഷെ അതൊന്നും പ്രയാസം തോന്നേണ്ട ആവശ്യമില്ല. അള്ളാന്റെ കലാമാണ്. നമുക്ക് ഒരു പ്രയാസം തോന്നേണ്ട ആവശ്യമില്ല. പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ അതിന് പ്രതിഫലം ഉണ്ടെന്ന് വിചാരിക്കുമ്പോ എല്ലാ പ്രയാസവും എളുപ്പമാകും. അതാണ് അള്ളാന്റെ കലാമിന്റെ പ്രത്യേകത. വേറെ ഏതെങ്കിലും ഭൗതികമായ ഒരു പുസ്തകം പഠിക്കുന്ന വെച്ചാൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്, എന്തപ്പോ എത്ര കഷ്ടപ്പെട്ടിട്ട് കാര്യം എന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ ഇത് അങ്ങനെ കഷ്ടപ്പാടിനാണ് പ്രതിഫലം കൂടുതൽ. ഒരാൾ പ്രയാസപ്പെട്ടാണ് ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പരലോകത്ത് കൂടുതൽ കനപ്പെട്ട പ്രതിഫലമാണ് കിട്ടുന്നത്. അതാണ് ഈ അള്ളാന്റെ ഒരു ഗ്രന്ഥത്തിന്റെ പ്രത്യേകത മറ്റുള്ളതിൽ നിന്നൊക്കെ. അപ്പൊ യസ്തഫ്തിഹൂന എന്ന് പറയുന്നത് അവർ വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അലല്ലദീന കഫറു, അവിശ്വാസികൾക്കെതിരെ. അല എന്ന് പറഞ്ഞാൽ ഓൺ എന്നാണ്. ഇതൊരു പ്രപ്പോസിഷൻ, ഒരു കണക്റ്റിംഗ് വേർഡ് ആണ് കേട്ടോ. അല, അല, ഓൺ, അല്ലെങ്കിൽ മേൽ. അല്ലദീന കഫറു, സത്യനിഷേധികളുടെ മേൽ. അല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചവർ എന്നാണ്. ശരിക്കും വാക്ക് ഡിവൈഡ് ചെയ്യണ എങ്ങനെയാ? അല്ലദീന എന്ന് പറഞ്ഞ ഒരു കൂട്ടർ, കഫറു അവർ നിഷേധിച്ചു, അങ്ങനെയാണോ പറയാ? കഫറ, കഫറ, കഫറു അവർ നിഷേധിച്ചു എന്നാണ് ശരിക്കും വാക്ക്. പക്ഷെ അതിന്റെ മുന്നേ അല്ലദീന എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം. അപ്പൊ ഒരു കൂട്ടർ. അപ്പൊ അല്ലദീന കഫറു അവിശ്വസിച്ച ഒരു കൂട്ടം. ഓക്കെ. അപ്പൊ അലല്ലദീന കഫറു, അപ്പൊ സത്യനിഷേധികൾ, അവിശ്വാസികൾക്ക് മേലെ അവർ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊന്ന് പറഞ്ഞു നോക്കൂ. വലമ്മാ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ, കിതാബുൻ, ഒരു കിതാബ്, മിൻ ഇന്ദില്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, മുസദ്ദിഖുൻ ലിമാ മഅഹും, അവർക്ക് അവരുടെ അടുത്തുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് അത് വന്നത്. വകാനു, അവരായിരുന്നു, മിൻ ഖബലു, അതിന്റെ മുന്നേ, അതായത് വരുന്നതിന് മുന്നേ, എന്ത്? മിൻ ഖബലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, സത്യനിഷേധികൾക്ക് മേലെ അവരിങ്ങനെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് വരുന്നതിന് മുന്നേ. അപ്പൊ അങ്ങനെ അവർ പ്രാർത്ഥിച്ച സാധനം ഫലമ്മാ ജാഅഹും. നോക്കി നോക്കൂ, ഓരോ ആയത്തും ശരിക്കും അർത്ഥം അറിഞ്ഞാൽ എന്തൊരു രസാന്നറിയോ വായിക്കാനും. അതിങ്ങനെ ഒന്നാമത് അള്ളാന്റെ കലാമാന്ന് വിചാരിച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷാണ്. അങ്ങനെ ഫലമ്മ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ, ഫലമ്മ, അപ്പോൾ, എന്ന് പറഞ്ഞ വാക്ക്, ആ ഒരു ലെറ്ററിന്റെ അർത്ഥം അത് അപ്പോൾ, എന്നിട്ട് എന്നൊക്കെ പറയും. എന്നിട്ട് ദെൻ എന്ന് പറയില്ലേ? അപ്പോൾ ലമ്മ ജാ, വന്നപ്പോൾ. ഈ ലമ്മ എന്നുള്ള ജായുടെ കൂടെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ പറയൂലേ എന്നിട്ട്. അപ്പൊ എന്നിട്ട് എന്തായി? എന്നിട്ട് ലമ്മ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ. ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇതിന് മുന്നേ ഫസ്റ്റ് തുടക്കത്തിലെ ലമ്മ ജാഅഹും എഴുതിയില്ലേ? വീണ്ടും അത് എഴുതണമെന്നില്ല. ലമ്മ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ. എന്ത്? മാ, എന്താണോ അറഫു. അറഫു എന്നുള്ളത് അറിഞ്ഞു എന്നാണ്. ഇത് ഈ വാക്ക് പഠിക്കാൻ നല്ല എളുപ്പമാണ്. അറഫ എന്നുള്ളത് ഹജ്ജിന്റെ ഇടയിൽ ഒരു അറഫ ദിവസം ഇല്ലേ? ഹജ്ജിന്റെ ഇടയിൽ ദുൽഹജ്ജ് 9-നാണ് അറഫ. അറഫ ദിനം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അറഫ ദിനം നമ്മൾ നോമ്പെടുക്കുന്ന ആ ദിവസം. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. സ്വന്തത്തെ തിരിച്ചറിയുന്ന ദിവസമാണ് അറഫ എന്ന് പറയുന്നത്. സ്വന്തത്തെ തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആ ഒരു സ്വന്തത്തെ തിരിച്ചറിയുന്ന ദിവസം ആയതുകൊണ്ടാണ് അറഫ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ. അത് മനസ്സിലാക്കി അതിനോട് കണക്ട് ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും. അറഫ, അറിഞ്ഞു. അപ്പൊ അറഫ, അറഫ, അറഫു എന്ന് പറഞ്ഞാൽ അവരറിഞ്ഞു. അപ്പൊ അവര് എന്താണോ, മാ എന്ന് പറഞ്ഞാൽ എന്താണോ. അപ്പൊ മാ
അറഫു അവരെന്താണോ അറിഞ്ഞത് ഫലമാജാഹും അത് അവരിലേക്ക് വന്നപ്പോൾ. അതായത് ഇതിന്റെ മുന്നേ ഉള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഗ്രന്ഥത്തില് അറിഞ്ഞ് അവരൊരു പ്രവാചകന്റെ ആഗമനത്തെ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോഴാണ് ഫലമാജാഹും അറഫു അവരെ നന്നായി അറിഞ്ഞ ആ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ അവരെന്താ ചെയ്തേ? കഫറൂ ബിഹി കഫറൂ ബിഹി കഫറൂ അവർ നിഷേധിച്ചു ബിഹി അതിനെ കൊണ്ട് അതുകൊണ്ട്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഹി എന്ന് പറഞ്ഞാൽ അത്. ഓക്കെ, ഇവിടെ അത് എന്ന് പറഞ്ഞാൽ ഖുർആനെയാണ്. ഇവിടെ ഖുർആനും പ്രവാചകനും ഒക്കെ സൂചനയാണ്. കാരണം എന്താണ്? പ്രവാചകനാണല്ലോ ഈ ഗ്രന്ഥം കൊണ്ടുവരുന്നത് ഖുർആൻ. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകനും ഖുർആനും ഒക്കെ അതിൽ പെടുന്നത് തന്നെയാണ്. അപ്പൊ ഈ ഗ്രന്ഥം ഇവിടെ പറയുന്നത് ഖുർആനാണ്, പക്ഷെ അത് പ്രവാചകനിലൂടെയാണ് വന്നത്. അപ്പൊ ഈ കിതാബ് ആ ബിഹി അതിനെ അവർ നിഷേധിച്ചു. അപ്പൊ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ കിതാബിനെയാണ് ഇവിടെ ബിഹി എന്ന് പറയുന്നത് കേട്ടോ. കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൽ ഖുർആനാണ്. അപ്പൊ കഫറു അവർ നിഷേധിച്ചു ബി കൊണ്ട് ഹി അതിന്. മനസ്സിലായില്ലേ? അവർ ഇത്രയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം അവരിലേക്ക് വന്നപ്പോൾ അവർ നന്നായി അറിഞ്ഞ എന്താണോ അത് വന്നപ്പോൾ കഫറു ബിഹി അവരതിനെ കൊണ്ട് നിഷേധിച്ചു. അതിനാൽ അപ്പോൾ അപ്പൊ എന്ത് പറ്റി? ലഅനത്തുള്ള അള്ളാഹുവിന്റെ ശാപം. ലാനത്ത് എന്ന് പറഞ്ഞ ശാപം. ലാനത്ത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അവിടെ എവിടെ ഇപ്പൊ കണക്ട് ചെയ്യാനിപ്പോ വാക്ക് ഇപ്പൊ എന്താ ഉള്ളത്? ലാനത്ത്. ലാന എന്ന് പറഞ്ഞത് ലുഐന എന്നൊക്കെ പറഞ്ഞാൽ ശപിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ലാനത്ത് എന്ന് പറഞ്ഞാൽ ശാപം. ലാനത്തുല്ലാഹി അള്ളാഹുവിന്റെ ശാപം അലൽ കാഫിരീൻ സത്യനിഷേധികൾക്കു മേലെ. സത്യനിഷേധികൾക്ക് അതിനാൽ അള്ളാഹുവിന്റെ ശാപം. അപ്പൊ ഫലാനത്തുല്ലാഹി അള്ളാഹുവിന്റെ ശാപം. അപ്പൊ ഈ ഒരു ആയത്ത് എത്ര സിമ്പിൾ ആയി നോക്കി നോക്കൂ. ഒന്ന് പറഞ്ഞു നോക്കി. സ്വന്തം കൈ വെച്ചിട്ട് ഖുർആനിൽ നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കൂട്ടോ. അങ്ങനെ പറഞ്ഞ് ഇവിടുന്ന് തന്നെ പഠിച്ച് പോയാലേ നമുക്കത് വീട്ടിൽ നിന്ന് എളുപ്പമാവുള്ളൂ പഠിക്കുമ്പോ. ഇവിടുന്ന് ക്ലാസ് നന്നായി കേട്ടവർക്ക് പഠനം ഒരു വിഷയേ ആയിരിക്കൂല. ഇവിടെ വരുന്ന അടുത്ത ക്ലാസ്സിന്റെ രാവിലെ നോക്കിയാൽ തന്നെ അവർക്ക് അത് കിട്ടും. അത്ര സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഇത് ആയത്തൊന്ന് പറഞ്ഞു നോക്കൂ. വലമ്മ ആൻഡ് ലമ്മ ജാഅഹും അവരിലേക്ക് വന്നപ്പോൾ കിതാബുൻ ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം, മിൻ ഫ്രം ഇന്ദില്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. എന്താന്നാണ് അടുക്കൽ? മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്നതായി, ലിമാ മഅഹും മാ എന്ന കൂടെ. അവിടെ അത് മാത്രമേ നമുക്ക് പഠിക്കണ്ടു, മാ കൂടെ അല്ലെങ്കിൽ അവരടുത്ത്. അപ്പോ ലിമാ മാഹും അവരുടെ കൂടെ ഉള്ളത് എന്താണോ അതിനെയാണ് മുസദ്ദിഖാകുന്നത്, സത്യപ്പെടുത്തുന്നത്. ഇനി ആൻഡ് കാനു അവരായിരുന്നു മിൻ ഖബലു അതിന്റെ മുന്നേ. മിൻ ഖബൽ എന്ന് പറഞ്ഞ മുമ്പ് എന്ന് പറഞ്ഞ ഈ പുസ്തകം വരുന്നതിന് മുന്നേ യസ്തഫ്തഹൂന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ആയത്തില് ആകെ ഒരു ടഫ് എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, യസ്തഫ്തഹൂന. പിന്നെ ലാനത്ത് അറിയാത്തവർക്ക് അത് പുതിയതായിരിക്കും. ബാക്കി മുസദ്ദിഖ് ഇങ്ങനെ 3-4 വാക്യം പഠിക്കേണ്ടത്. യസ്തഫ്തഹൂന എന്ന് പറഞ്ഞ ഒരു വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലല്ലദീന കഫറു അവരുടെ കാഫിരീങ്ങളുടെ മേലെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എന്നിട്ടോ ലമ്മാ ജാഅഹും അവരിലേക്ക് വന്നപ്പോൾ വന്നു മാ എന്താണോ അറഫു അവർ നന്നായി അറിഞ്ഞ ആ സാധനം വരും എന്ന് പറയുന്ന ആ സാധനം നന്നായി അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ തൗറാത്തിലെയും ഇഞ്ചിലിലൂടെ ഒക്കെ അവർക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്ത് അവർ നന്നായിട്ട് ആഗ്രഹിച്ച ആ ഒരു കാര്യം വന്നപ്പോൾ കഫറു അവർ നിഷേധിച്ചു. കഫറോ നിഷേധിച്ചു ബിഹി അതിനെ കൊണ്ട്, ആ ഒരു പുസ്തകത്തിനെ കൊണ്ട്. അതിനാൽ അപ്പോൾ ലഅനത്തുല്ലാഹ് അള്ളാഹുവിന്റെ ശാപം അലൽ കാഫിരീൻ കാഫിരീങ്ങൾക്ക് മേലെ. ഈ കാഫിർ ഇതിന്റെ കാഫിറിന്റെ പ്ലൂറലാണ് കാഫിരീൻ അല്ലെങ്കിൽ കാഫിറൂൻ അല്ലെങ്കിൽ കുഫാർ, ഇതൊക്കെ പറയും കേട്ടോ. അപ്പൊ അതിൽ പറയേണ്ട 1-2 കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലമ്മാ ജാഅഹും കിതാബും മിൻ ഇന്ദില്ല എന്നുള്ളതില് അവിടെ കിതാബ് എന്ന് അവിടെ ഉദ്ദേശിച്ചത് ഖുർആനിനെ കൊണ്ടാണ്. അവിടെ കിതാബിന്റെ മഹത്വം, ഈ ഒരു കിതാബിന്റെ മഹത്വമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് മിൻ ഇന്ദില്ല എന്നാണ്. അതായത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിനെ ഒന്ന് മഹത്വപ്പെടുത്തിയത് ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഇതിന്റെ സോഴ്സ് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗ്രന്ഥത്തെ അതിനെ മഹത്വം അതിനെ പ്രൈസ് ചെയ്യാണ്. ശരിക്കും അതിന്റെ ഒരു വലിയ വാല്യൂ പറയാണ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ്, വെറുതെ ഒരു ഗ്രന്ഥമൊന്നും അല്ല. ഇതിന്റെ ഓദർ അള്ളയാണ്, സോഴ്സ് അള്ളയാണ്, ഒരു മനുഷ്യനല്ല. നോക്കൂ, കിതാബുൻ മിൻ ഇന്ദില്ല എന്ന് പ്രത്യേകം, അല്ലെങ്കിൽ വെറും കിതാബ് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മതി, അവിടെ നിർത്താതെ കിതാബുൻ മിൻ ഇന്ദില്ല എന്നതിനെ എടുത്തു പറയാൻ കാരണം ആ ഒരു ഗ്രന്ഥത്തിന്റെ മഹത്വമാണ് അവിടെ പറയുന്നത്. രണ്ടാമത്
ഇവിടെ പറയുന്നു മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞല്ലോ. മുസദ്ദിഖ് സത്യം, എങ്ങനെയാണ് അവരുടെ അടുത്തുള്ളതിനെ സത്യപ്പെടുത്തുന്നത്? അതായത് ഈ ബനിസ്രായേലർക്ക് കിട്ടിയതാണ് എന്താണ്? ബനിസ്രായേൽ വേദക്കാരെന്ന് പറയുന്നത് അഹ്ലു കിതാബ് എന്ന് പറയുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ പെടുന്ന ആ ഒരു ഗണത്തെ, പ്രവാചകന് മുന്നേ ഉണ്ടായുള്ള മൊത്തം ആ ഒരു കിതാബിനെ ഫോളോ ചെയ്തിരുന്ന ആളുകൾ അഹ്ലു കിതാബുകാർ എന്നാ പറയാ. അഹ്ലു എന്ന് പറഞ്ഞ ആളുകൾ, കിതാബ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ, വേദഗ്രന്ഥത്തിന്റെ ആളുകൾ എന്നാണ് അഹ്ലു കിതാബ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അഹ്ലു കിതാബിൽ ജൂതന്മാര് വരും, ക്രിസ്ത്യാനികൾ വരും, രണ്ടും വരും. അപ്പൊ അവർക്ക് വന്ന ആ ഒരു ഗ്രന്ഥങ്ങൾ ഏതൊക്കെയായിരുന്നു? തൗറാത്ത് ഉണ്ട്, ഇഞ്ചീൽ ഉണ്ട്, സബൂർ ഉണ്ട്. ഈ 3 ഗ്രന്ഥവും അവരിലേക്ക് അള്ളാഹു അയച്ച പ്രവാചകന്മാരുടെ അയച്ച ഗ്രന്ഥമായിരുന്നു. ആ ഗ്രന്ഥത്തിലുടനീളം അവർക്ക് എന്താണ് ഉണ്ടായിരുന്നത്? അപ്പൊ ഈ ഖുറാനുമായിട്ട് സത്യപ്പെടുത്തുക എന്ന് പറയാൻ കാരണം കണ്ടന്റ് വൈസ് സത്യപ്പെടുത്തുന്നുണ്ട്. അതായത് സെയിം ടീച്ചിങ് ആണ്, അതിൽ ശരീഅത്തിൽ മാത്രമേ മാറ്റമുള്ളൂ. എന്താണ് അന്നത്തെ കാലത്തെ ഗ്രന്ഥം ഇന്നത്തെ ഖുറാൻ തമ്മിൽ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം? ശരീഅത്ത് നിയമങ്ങളിൽ മാറ്റമുണ്ട്. ശരീഅത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പ്രവാചകന്റെ ഉമ്മത്താണ് നമ്മൾ. മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന. പ്രവാചകന്, നമ്മുടെ മുഹമ്മദ് നബിക്ക് ശേഷം വന്ന എല്ലാ ജനങ്ങളും പ്രവാചകന്റെ ഉമ്മത്താണ്. ആ ഉമ്മത്തിനെ ഫോളോ ചെയ്യാനുള്ള ശരീഅത്ത് നിയമങ്ങൾ, അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള നിയമങ്ങൾ, നോമ്പ് നോൽക്കുന്ന രീതി, നമസ്കാരത്തിന്റെ രീതി, അതുപോലെ തന്നെ നമ്മൾ സാമൂഹികമായി ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പല നിയമങ്ങളുടെ രീതികൾ, ഇതൊക്കെ തന്നെ ഒരു പക്ഷേ പ്രവാചകന്മാർ ടു പ്രവാചകന്മാർ വ്യത്യാസം ഉണ്ടാവും. മൂസാ നബിയുടെ കാലത്ത് അതേ നിസ്കാരമല്ല ഇപ്പോ, അല്ലെ? മിറാജ് യാത്രയിൽ നബിക്ക് പിന്നെ കിട്ടിയത് 5 നേരത്തെ നിസ്കാരമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പ്രവാചകന്മാർ തമ്മിൽ അന്നത്തെ ഉമ്മത്തിനും ഇന്നത്തെ ഉമ്മത്തിനും ശരീഅത്ത് നിയമങ്ങൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇന്നിപ്പോ ഒരാൾ പറയാണ് ഞാൻ തൗറാത്തിൽ പറയുന്ന ശരീഅത്തെ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിം അല്ല. അതെങ്ങനെയാവും? ഇന്നത്തെ കാലത്തിലും പ്രവാചകന് ശേഷമുള്ള ഉമ്മത്താണ് നമ്മൾ പ്രവാചകന്റെ ശരീഅത്ത് തന്നെ ഫോളോ ചെയ്യണം, എന്നാലേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അല്ലെങ്കിൽ അത് മുസ്ലിം അല്ല. അപ്പൊ മൂസാ നബി, അപ്പൊ ഈ ഒരു കണ്ടന്റിൽ സത്യപ്പെടുത്തുക എന്ന് പറയുന്നത്, ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സെയിം ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സെയിം എന്ന് പറയുന്ന ഒരേപോലെ. അതായത് അള്ളാഹു ഏകനാണ്, അല്ലെ? അള്ളാഹു ഏകനാണ്, പരലോകമുണ്ട്, അത് അത്തരത്തിലുള്ള മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഗ്രന്ഥവും ഈ ഗ്രന്ഥവും സെയിം ആണ്. അതായത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റമില്ല. അള്ളാഹ് ഏകനാണ്, വേറെ ദൈവമില്ല, ശിർക്ക് ചെയ്യരുത്. ഇതാണ് മെയിനായിട്ട് പ്രവാചകന്മാർ പഠിപ്പിച്ച ഏറ്റവും ആദ്യം. അപ്പൊ ഇത്തരത്തിലുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ പ്രവാചകന്മാർ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷെ കർമ്മപരമായ കാര്യങ്ങളിൽ ഉമ്മത്തുകളിൽ മാറ്റമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതേ കണ്ടന്റ് വൈസ് ഇത് പ്രവാചകനെ സത്യം. അത് മാത്രമല്ല, ആ ഒരു ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച മുഹമ്മദ് എന്ന് പേരിട്ട് വരുന്ന ആ പ്രവാചകനാണ് സത്യപ്പെടുത്തിക്കൊണ്ട് ഖുറാൻ വരുന്നത്. ഇതാണ് ആ പ്രവാചകൻ മുഹമ്മദ് എന്ന് ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പോ ആ ഒരു മുഹമ്മദ് നബി അവരിങ്ങനെ അറിഞ്ഞെടുത്തോളം, അവരെ ഗ്രന്ഥത്തിൽ പഠിച്ചെടുത്തോളം കാലം അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥം വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓതന്റിസിറ്റി, അള്ളാഹുവിൽ നിന്നാണ് ആ ഗ്രന്ഥം വന്നതും ഈ ഗ്രന്ഥം വന്നതും. അപ്പൊ അത്തരത്തിൽ 2 തരത്തില് ഈ ഒരു ഖുർആൻ മറ്റു ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അലല്ലദീന കഫറു എന്ന് ഉദ്ദേശിച്ചത്, അവർ യസ്തഫ്തിഹൂന അലല്ലദീന കഫറു എന്ന് പറഞ്ഞല്ലോ. അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, സത്യനിഷേധികൾക്ക് മേലെ ഞങ്ങൾക്ക് വിജയം നൽകണേ എന്നുള്ളത്. അതെന്ന് പറയുന്നത് ആ കഫർ എന്ന് പറയുന്നത് ഇവിടെ മദീനയിലെ അറബികളാണ്. എങ്ങനെ ഇത് സംഭവം എന്ന് ചോദിച്ചാൽ, മദീനയിലെ അറബികളാവാൻ കാരണം നിങ്ങൾക്കറിയാമായിരിക്കും, പ്രവാചകൻ മക്കയിൽ നിന്ന് ഹിജറ പോകുന്ന എങ്ങോട്ടാണ്? മദീനയിലേക്കാണ്. ഈ മക്ക, മദീന, ഇതൊക്കെ നമുക്ക് ചരിത്രം എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഒന്നുമില്ല, പ്രവാചകൻ ജനിച്ച മുതലുള്ള ആ ഒരു ചരിത്രമാണ്. ആ ഒരു 40 വയസ്സിന് ശേഷമുള്ള ചരിത്രം ഒരുപാടുണ്ട്, അല്ലെ? ശരിക്കും നമുക്ക് അത് അറിയുമ്പോഴാണ് ഖുർആൻ നമുക്ക് വായിക്കുമ്പോൾ, ഓരോ ആയത്തുകളുടെയും കോണ്ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലേക്ക് വരുള്ളൂ. അപ്പൊ ചരിത്രം നമ്മൾ തറവായിരിക്കണം എപ്പോഴും. ഈ നബി തിരുമേനി മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജ്റ പോകുന്നത്. അപ്പൊ ഈ മദീനയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മദീനയിലെ കുട്ടികളും എല്ലാവരും കൂടി തൊലാൽ ബദറു അലൈന എന്ന പാട്ട് പാടിയിട്ടാണ് പ്രവാചകനെ സ്വീകരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഈ പ്രവാചകനെ അങ്ങോട്ട് പ്രവാചകൻ വരുന്നതിന് മുന്നേ തന്നെ പ്രവാചകനെ കുറിച്ച് വളരെ നല്ല ഒരു ധാരണ ഈ മദീനയിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നു, മദീനയിലെ അറബികൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ അത്രയും ഒരുങ്ങി സജ്ജമായി നിന്ന് കുട്ടികൾ പാട്ടുപാടി ആ പ്രവാചകന്റെ വരവിനെ അവർ എത്രയും സന്തോഷത്തോടു കൂടിയാണ് മദീനക്കാർ അതിനെ സ്വീകരിക്കുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതിന് മുന്നേ എങ്ങനെയാണ് ഇവർ പ്രവാചകനെ അറിയുന്നതെന്ന് ചോദിച്ചാല്, ഈ പ്രവാചകൻ മദീനയിലേക്ക് വരുന്നതിന് മുന്നേ ആ മദീനയിൽ ഉണ്ടായിരുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് ജൂതന്മാരും അറബികളും കൂടിയ ഒരു കുറെ ഗോത്രങ്ങളായിരുന്നു. അതിൽ ഔസ്, ഖസ്റജ് ഗോത്രം അറബികളും, മറ്റ് ബനു ഖുറൈല, ബനു നദീർ, ബനു ഖൈനുഖ എന്ന് പറഞ്ഞ 4 ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് തമ്മിൽ ജീവിക്കുന്ന ഒരു ഇടമായിരുന്നു മദീന. അപ്പൊ ഈ ജൂതന്മാരെ എപ്പോഴും നിങ്ങൾക്കറിയാം, നമ്മൾ ഇതിന് മുന്നേ മൂസാ നബിയുടെ ചരിത്രം പഠിച്ചാണ്, യൂസുഫ് നബി മുതൽ ഇങ്ങോട്ട് പഠിച്ചാണ്. അവരുടെ എപ്പോഴും അവർ ഊറ്റം കൊള്ളുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവരിൽ നിന്നാണ് പ്രവാചകന്മാരൊക്കെ വന്നത് എന്നുള്ള ഒരു അഹങ്കാരം അവർക്ക് അന്ന് മുതൽ ഉണ്ടായിരുന്നു. ആ അന്ന് അന്ന് ഞാൻ കഥ പറഞ്ഞപ്പോ യൂസുഫ് നബിയുടെ കാലത്ത് അവർക്ക് ഈജിപ്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് കൊടുത്തല്ലോ. എല്ലാവരും യൂസുഫ് നബി കൊട്ടാരത്തിലെത്തി അവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ഈജിപ്തിലാണ് അവർ വളരുന്നത്. അവർ നന്നായി ആ ഒരു സമൂഹത്തിൽ വലിയ സ്ഥാനത്തേക്ക് അവർ കൊണ്ടുവന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരാണ് വേദത്തിന്റെ ആളുകൾ എന്നുള്ള ഒരു പൊസിഷൻ അവർക്ക് ആ സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് അവർക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. അവരുടെ ആ ഒരു വേദം ഞങ്ങൾക്കാണ് കിട്ടിയത്, ഞങ്ങളിൽ നിന്നാണ് പ്രവാചകന്മാർ വന്നത്, അള്ളാഹു ഞങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. ഈ ഒരു ഊറ്റം കൊള്ളൽ അവർക്ക് അന്നും ഇന്നും ഈ മദീനയിലുള്ള ജൂതന്മാർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് എപ്പോഴും ഈ മദീനയിൽ ഗോത്രങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഫൈറ്റിംഗ് ഉണ്ടാവും. ആ സമയത്ത് ജൂതന്മാരെ ഈ മദീനയിലെ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജൂതന്മാര് എപ്പോഴും അറബികളോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താന്നറിയോ ആ വാക്ക്? നോക്കിക്കോ, ഒരു പ്രവാചകനും കൂടി വരാനുണ്ട്. ഞങ്ങളുടെ ഗ്രന്ഥത്തില് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാചകൻ കൂടി വരും. ആ പ്രവാചകൻ വന്നാല് നിങ്ങൾക്ക് കാണാം. അത്തരത്തിൽ, അതായത് ഒരു വാണിംഗ് പോലെയാണ് ഒരു പറഞ്ഞത്. എന്നിട്ട് ആ പ്രവാചകൻ വന്നിട്ട് വേണം നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് മാറ്റി, നിങ്ങളുടെ ഈ ഒരു വല്ലാത്തൊരു ശൗര്യം ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അടിച്ചമർത്തി ആ പ്രവാചകന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ നിങ്ങളെ അടിച്ചമർത്തും എന്നുള്ള തരത്തിലുള്ള വാക്കുകളാണ് ഈ മദീനയിലെ ജൂതന്മാർ അറബികളോട് പറഞ്ഞിരുന്നത്. അപ്പോ അപ്പൊ അവര് പറയുന്ന വാക്ക് ഇവിടെ എഴുതി നോക്കി നോക്കൂ. ഇന്ന് ആർക്ക് വേണമെങ്കിലും ഇഷ്ടം പോലെ ഞങ്ങളോട് അക്രമം ചെയ്യാവുന്നതാണ്. ആ പ്രവാചകൻ ആഗതനായതിനു ശേഷം ഈ അക്രമങ്ങളെല്ലാം ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും. അവരുടെ ഈ മുന്നറിയിപ്പ് മദീന നിവാസികൾ എപ്പോഴും അറബികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായിരുന്നു. അപ്പോ ഈ ഈ പ്രവാചകനെ കുറിച്ച് അറബികൾക്ക് ആദ്യമായിട്ട് അറിവ് കിട്ടുന്ന ആരുടെ അടുത്തുനിന്നാണ്? ജൂതന്മാരുടെ അടുത്തുനിന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മദീനയിലെ അറബികൾ ആദ്യമായിട്ട് ഇങ്ങനെ പ്രവാചകൻ ഉണ്ട് എന്ന് വരാനുണ്ട് എന്ന് കേൾക്കുന്നത് തന്നെ ഈ ജൂതന്മാരുടെ ഈ ഒരു സംസാരത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കെയാണ് മക്കയില് പ്രവാചകൻ വരുന്നത് വാർത്ത ഇവരറിയുന്നത്. ഇങ്ങനെ പരസ്പരം വിശ്വസിക്കാതെ മുന്നോട്ട് തന്നെ. അപ്പൊ ഇങ്ങനെ മക്കയിൽ വന്നപ്പോ നിങ്ങൾക്കറിയാം, പ്രവാചകൻ മക്കയിലുള്ള സമയത്ത് തന്നെ മദീനയിൽ നിന്ന് കുറെ ഗോത്രങ്ങളൊക്കെ പോയിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അറിയാലോ. കാരണം ഇവര് ഇങ്ങനെ പ്രവാചകൻ വരാനുണ്ട് എന്ന് ഇവർക്ക് അറിയുകയും ഞങ്ങൾക്ക് തന്നെ അതിൽ ആദ്യം വിശ്വസിക്കണമെന്ന് അറബികൾ വിചാരിക്കുകയും ചെയ്തു. നോക്കിയോ, കാരണം ഇങ്ങനെ പ്രവാചകൻ വരാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ആദ്യ വിശ്വാസികളായിക്കോളാം, ഞങ്ങൾക്കും വിശ്വസിക്കാലോ അറബികൾക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്കും അതിന്റെ ആദ്യം ഞങ്ങൾ വിശ്വസിക്കുന്നവരിൽ ഞങ്ങളായിരിക്കണം ആദ്യമെന്ന് ഈ അറബികൾ ആഗ്രഹിക്കുകയും അവരങ്ങനെ മക്കയിൽ പോവുകയും പ്രവാചകനെ കാണുകയും പ്രവാചകനെ അതിന്റെ എന്താ പറയാ അതിന്റെ അതൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്തു വന്നവരാണ് ഈ അറബികൾ, ഈ ഗോത്രങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ മദീനയില് ഈ പ്രവാചകൻ വരുമ്പോഴേക്കും ഈ പ്രവാചകനെ കുറിച്ച് ഇവർക്ക് നല്ല ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ അറബികൾക്ക്. അങ്ങനെയാണ് ഇവർ കുട്ടികളൊക്കെ സജ്ജമാക്കിയിട്ട് ത്വലൽ ബദറൊക്കെ ചൊല്ലിയിട്ട് ആ ഒരു ആഗ്രഹിച്ച, ഒരു വിശ്വസിച്ച പ്രവാചകനെ അവർ സ്വീകരിക്കുന്നത്. അങ്ങനെ അപ്പൊ ജൂതന്മാരെ കാര്യം ആലോചിച്ച് നോക്കൂ, അവരെന്താ ചെയ്തതെന്നറിയോ? ഇങ്ങനെയുള്ള ആ പ്രവാചകൻ വന്നപ്പോ അതവർക്ക് പിന്നെ തീരെ സഹിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് സഹിക്കാൻ പറ്റില്ല? ഇതിന്റെ വേറൊരു സംഭവം എന്ന് വെച്ചാല് സഫിയ റളിയല്ലാഹു പറയുന്നൊരു ഇതുണ്ട്, വിശ്വാസയോഗ്യമായ തെളിവ്. ഈ സഫിയ റളിയല്ലാഹുവിന്റെ പിന്നെ ഫാദർ എന്ന് പറയുന്ന വലിയൊരു ജൂത പണ്ഡിതനായിരുന്നു. മറ്റൊരു ജൂത പണ്ഡിതന്റെ സഹോദര പുത്രിയുമാണ് സഫിയ റളിയല്ലാഹു അൻഹ. അവർ പറയാണ്, നബി സല്ലല്ലാഹു തിരുമേനി മദീനയിലെത്തിയപ്പോൾ എന്റെ പിതാവും പിതൃവ്യനും തിരുമേനിയെ ചെന്ന് കാണുകയും അദ്ദേഹവുമായി ദീർഘനേരം സംഭാഷണം നടത്തുകയും ചെയ്തു. അതായത് നബി മദീനയിലേക്ക് ഹിജ്റ വന്നെത്തിയപ്പോ ഈ ജൂത പണ്ഡിതന്മാരായ സഫീർ അള്ളാഹുവിന്റെ ഉപ്പയും അവരുടെ ഒരു സഹോദരനും കൂടി ഇദ്ദേഹത്തെ പ്രവാചകനെ കാണാൻ പോയിട്ട് കുറെ സംസാരിച്ച ശേഷം വീട്ടിൽ വന്ന് ഇവർ തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. അവർ അന്യോന്യം ഇങ്ങനെ സംഭാഷണം നടത്തിയത് എന്റെ കാതുകൾ കേട്ടു. സഫീർ അള്ളാഹു അൻഹു പറയാണ്, ഞാൻ കേട്ടു. എന്റെ പിതൃവ്യൻ പറയാണ്, നമ്മുടെ ദിവ്യഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണോ വാസ്തവത്തിൽ ഇദ്ദേഹം എന്നൊരു സംശയം. പിതാവ് പറയണം, അതെ, ദൈവത്തിൽ സത്യം. പിതൃവ്യൻ പറയാണ്, നിങ്ങൾക്ക് ഉറപ്പാണോ? പിതാവ് പറയാണ്, തീർച്ചയായും. പിതൃവ്യൻ, എന്നാൽ പിന്നെ എന്താണ് ഉദ്ദേശം?
പിതാവ് പറഞ്ഞു, ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ കഴിയും വിധമെല്ലാം എതിർക്കും. അദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ധിക്കാരപരമായിട്ടാണ് അതിനെ നേരിട്ടതിന്. അവർ സത്യമാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ അതിന് പോരാടും, അദ്ദേഹത്തിനെതിരിൽ പോരാടുമെന്നാണ് അവർ പ്രതിജ്ഞ എടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് അവരുടെ ഒരു രീതി. അതുകൊണ്ടാണ് അങ്ങനെ അവർ നന്നായി അറിഞ്ഞ ആ ഒരു പ്രവാചകൻ ഫലമ്മാ ജാഅഹും മാ അറഫു കഫറൂ ബിഹി, അവരതിനെ നിഷേധിച്ചു എന്ന് അള്ളാഹു പറയുന്നത്. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു അവരുടെ കോപത്തിന്മേൽ കോപം എന്ന് പറഞ്ഞല്ലോ, കോപത്തിന്മേൽ കോപം. അങ്ങനെയൊക്കെയാണ് അവരോട് അളവും അല അളബും എന്നൊക്കെയാണ് ചില വേറെ ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. കോപത്തിന്മേൽ കോപമാണ് യൂതന്മാർക്കിടയിൽ, ഈ അവിശ്വാസികൾക്കിടയിൽ വന്നത്. ഇതില് ഇപ്പൊ നമ്മൾ സമയം കഴിയാനായില്ലേ, അപ്പൊ അടുത്ത ആയത്തെ നമുക്ക് പിന്നെ എടുക്കാം. അപ്പൊ ഇതൊന്ന് നമുക്ക് ഇന്ന് ഞാൻ ക്ലാസ്സിലിട്ട ആ ഒരു പോയിന്റ് ഒന്ന് നോക്കി നോക്കൂ. ഈ ആയത്തിൽ പറഞ്ഞ ഒന്നാമത് പറഞ്ഞത്, അദ്ദേഹത്തിനെ കുറിച്ച് വിശ്വസിക്കുന്ന മദീനയിലെ അറബികൾ അറിഞ്ഞത് എങ്ങനെയായിരുന്നു? പ്രവാചകനെ കുറിച്ച് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നതിന് മുന്നേ തന്നെ മദീനയിലെ അറബികൾ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ, അത് ജൂതന്മാരുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഈ അറബികള് മുഹമ്മദ് നബിയെ കുറിച്ച് അറിയുന്നത്. ഈ മദീനയിലെ ജൂതഗോത്രങ്ങളുടെ അഹങ്കാരത്തിന് കാരണം എന്തായിരുന്നു? ഞാനിപ്പോ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കുറച്ച് പോയിന്റ്സ് ഇട്ടിരുന്നു കേട്ടോ, അതാണ് ഞാൻ വായിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, മദീനയിലെ ജൂതഗോത്രങ്ങളുടെ അഹങ്കാരത്തിന് കാരണം എന്തായിരുന്നു? അവരിൽ നിന്നാണ് പ്രവാചകന്മാർ വന്നത്, അവർക്കാണ് വേദങ്ങൾ വന്നത് എന്നുള്ള ആ ഒരു ഊറ്റം കൊള്ളലായിരുന്നു അറബികൾക്കെതിരെ അവർ പറഞ്ഞിരുന്നത്. ഈ പ്രവാചകൻ പോയിട്ടുള്ള ഹിജാസിലെ 2 സുപ്രധാന നഗരങ്ങളാണ് ത്വായിഫും യസ്രിബും. അതായത് ത്വായിഫ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ത്വായിഫ് എന്ന് പറഞ്ഞ പ്രവാചകൻ ആദ്യം അഭയം തേടി പോയ ഒരു ഇടമാണ് ത്വായിഫ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ത്വായിഫിലൂടെയാണ് നമ്മൾ റിയാദിന്ന് നമ്മൾ മക്കയിലേക്ക് പോകുമ്പോ ത്വായിഫ് ടച്ച് ചെയ്തിട്ടാ പോവാ. ത്വായിഫിന്റെ അടുത്താണ് അവിടെ ഒരു ഇഹ്റാം കെട്ടുന്ന കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഒരു മീക്കാത്ത്. അപ്പൊ ആ ത്വായിഫിലേക്കാണ് പ്രവാചകൻ ആദ്യം പിന്നെ പോകുന്നത്, അഭയം തേടി പോകുന്നത്. അപ്പൊ ആ സമയത്ത് ത്വായിഫിൽ നിന്ന് വളരെ വേദനാജനകമായ അനുഭവമാണ് പ്രവാചകൻ ഉണ്ടായത്. കല്ലെറിയൊക്കെ ചെയ്ത് കുട്ടികൾ, എന്നിട്ട് കാലിൽ നിന്നൊക്കെ രക്തം പൊട്ടി വീണ സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ത്വായിഫ്. മറ്റൊരു സുപ്രധാന ഹിജാസ് എന്ന് പറയുന്ന സൗദിയിലെ വലിയൊരു സ്ഥലം, ഒരുപാട് ഏരിയ ഉൾക്കൊള്ളുന്ന സ്ഥലത്താണ് ഹിജാസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഹിജാസ് ഒരുപാട് പരന്നു കിടക്കുന്ന സ്ഥലം. അപ്പൊ അതിലുള്ള സുപ്രധാന 2 സ്ഥലങ്ങളാണ് ഈ യസ്രിബും തായിഫും. ഏതാണ് യസ്രിബ്? യസ്രിബ് എന്ന് പറയുന്ന മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. പിന്നീട് പ്രവാചകൻ ആഗതമായതിനു ശേഷമാണ് അതിന് മദീന എന്ന് പേരുന്നത്. പട്ടണം എന്നാണ്. മദീന എന്നുള്ള വാക്കിന്റെ അർത്ഥം പട്ടണം, നഗരം എന്നുള്ളതാണ്. ഇപ്പൊ മദീനത്തുൻ നബിയുടെ പട്ടണം എന്നുള്ളതിൽ മദീന എന്നുള്ളതാണ് യസ്രിബിന്റെ പിന്നീടുള്ള പേര്. അപ്പൊ ഈ യസ്രിബാണ് 2ാമത്തെ നഗരം എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ ചോദ്യം, ഒരു പോയിന്റ്, ഇസ്രായേലിയർ ഗ്രന്ഥത്തിൽ പരാമർശിച്ച പ്രവാചകനെ കണ്ടപ്പോൾ അറബികൾക്ക് എങ്ങനെ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു? അതായത് ഈ പ്രവാചകനെ കുറിച്ച് ജൂതന്മാരിൽ നിന്ന് അറബികൾ നന്നായി കേട്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ മക്കയിൽ പോയിട്ട് മുഹമ്മദ് നബിയെ കണ്ടപ്പോൾ മുഹമ്മദ് നബിയുടെ പ്രവാചകന്റെ അടയാളങ്ങളൊക്കെ നോക്കിയിട്ട് ഈ അറബികൾ സ്ഥിരീകരിച്ചു. എങ്ങനെയാന്ന് വെച്ചാൽ ഇവർ ഈ അടയാളങ്ങൾ, ഈ പ്രവാചകന്റെ ഈ കഴുത്തിന് ഇവിടെ എന്തോ ഒരു അടയാളം, അങ്ങനെ കുറച്ച് അടയാളങ്ങൾ ഇവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആ ഗ്രന്ഥത്തില്. അപ്പൊ അത് ജൂതന്മാരുടെ അടുത്ത് കേട്ടിട്ടാണ് അറബികൾ മക്കയിൽ പോയിട്ട് ഇത് തന്നെയാണ് ആ പ്രവാചകൻ അവർ സ്ഥിരീകരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രക്കും അത് അവര് അത്രയധികം അവരെ പ്രവാചകനെ കുറിച്ച് ജൂതന്മാരുടെ അടുത്ത് കേട്ടിരുന്നു. അങ്ങനെയാണ് അവർ സ്ഥിരീകരിക്കുന്നത്. ഇത് 2ാമത്തെ ആയത്തിലാണ്. ഇസ്രായേൽ അടുത്ത പോയിന്റ്സ് ഒക്കെ 2ാമത്തെ ആയത്തിലെ പോയിന്റ്സുകളാണ്. ഇസ്രായേൽ വിശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു ആയത്തുകൾ പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് നിർത്താം. നമുക്ക് സമയം കുറച്ചധികം ആയിട്ടുണ്ട്. 10 മണിക്ക് 9 to 10 ആണല്ലോ നമ്മൾ ക്ലാസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.